ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഇത്രയും പെട്ടെന്ന് ബാറ്റിൽ നടക്കുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. ആഞ്ചലീന ആദ്യം തൊട്ട് തന്നെ ഒരു കിളി പോയ അവസ്ഥയിലായിരുന്നു. കണ്ണ് കെട്ടി കൊണ്ടുവരുമ്പോൾ അവിടെ പട്ടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പട്ടി എന്നെ മാന്തിയോ എന്നൊരു സംശയം. പട്ടിയുടെ പല്ല് കൊണ്ടോ നഖം കൊണ്ടോ എനിക്കിനി പേയെ പിടിക്കുവോ, റാബീസിന് കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരുമോ, അതിന് ഞാൻ എങ്ങനെ കുത്തിവയ്പ്പ് എടുക്കും? ബിഗ് ബോസ് എന്നെ സഹായിക്കൂ, ബിഗ് ബോസ് ദൈവമാണ്, ബാക്കിയുള്ളവരെല്ലാം പിശാചുക്കളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ റെനീഷ പോയിട്ട് തല എവിടെയാ കുഞ്ഞെ മുട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും തമിഴ് ബിഗ് ബോസ് സീസൺ 1 ഓവിയനെ അനുകരിക്കുകയാണോ ആഞ്ചലീന എന്നൊരു സംശയം എനിക്ക് മാത്രമാണോ തോന്നിയത്? നിങ്ങൾക്കും തോന്നിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഏതായാലും ഫസ്റ്റ് നോമിനേഷൻ ആയിരിക്കുകയാണ്. ആഞ്ചലീനയുടെ ഒറ്റപ്പെടൽ സിമ്പതി സ്ട്രാറ്റജി വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും പുള്ളിക്കാരി സേഫ് ആയിരിക്കുക. ഫസ്റ്റ് നോമിനേഷനിൽ പുള്ളിക്കാരി ഇല്ല. അപ്പോൾ ആദ്യത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാരാർ, ഗോപിക, റിനോഷ്, മിഥുൻ, അനിയൻ മിഥുൻ, ജുനൈസ്, വിഷ്ണു, സെറീന, ശ്രുതി ലക്ഷ്മി, ലച്ചു, ഇത്രയും പേരാണ്. 9 പേരാണ് വന്നിരിക്കുന്നത്. നോമിനേഷന് വേണ്ടി അവർ അവലംബിച്ച മാർഗം ഉണ്ടല്ലോ, ആ ഗ്രനേഡിൻ്റെ ലോക്കറ്റും മറ്റേ സ്നേഹ ലോക്കറ്റും കൊടുത്തത്, അതങ്ങോട്ട് ഇത്ര ശരിയായിട്ട് തോന്നിയില്ല. കാരണം ഇത് 9, അത് 9, അപ്പോൾ 9 പേരെ എന്തായാലും നോമിനേഷനിൽ വരണം, 9 പേരെ നോമിനേറ്റ് ചെയ്യണം. പക്ഷേ ആദ്യം അപ്പം നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് അവരെങ്ങനെ വന്ന് കയറിയോ ആ ഓർഡറിൽ, അതേ ഓർഡറിലാണ് പോയി ഇരുന്നിട്ട് എടുക്കാൻ പറഞ്ഞത് ഈ ലോക്കറ്റ്. അപ്പോൾ ആദ്യം വന്നവർക്ക് 2 ഓപ്ഷനും ഉണ്ട്. ആരെ വേണമെങ്കിലും സേവ് ചെയ്യാം, ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്കും മറ്റേ ലവ് ലോക്കറ്റ് ഒക്കെ തീർന്നു, പിന്നെ ഗ്രനേഡ് മാത്രമേ ഉള്ളൂ. അപ്പം 3 അവരങ്ങ് നിർബന്ധിതരാകുവാണ് ഇത് തന്നെ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ മാർഗ്ഗം അങ്ങോട്ട് ശരിയായില്ല എന്ന് ബിഗ് ബോസിനോടൊരു വിയോജിപ്പ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. പിന്നെ റിനോഷ് നമ്മുടെ ആഞ്ചലീനെ സേവ് ചെയ്തു. അതാണ് ദൈവം ഒന്ന് പ്രശ്നമാക്കിയത്. കാരണം റിനോഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ടാലൻറ്റ് പുറത്തെടുക്കാനുള്ള സമയം അതിന് കിട്ടിയിട്ടില്ല, ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം, ആ കുട്ടി ഇപ്പോഴേ നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ട, അതിനെ സേവ് ചെയ്യാം എന്നാണ് റിനോഷ് പറഞ്ഞത്. അത് റിനോഷിൻ്റെ സ്ട്രാറ്റജിയാണോ അല്ലയോ എന്നൊന്നും ആരും അവിടെ നോക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ ദൈവം ഒന്ന് പ്രശ്നമാക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ജുനൈസ് അങ്ങനെ പറയാൻ, അല്ല ജുനൈസ് അല്ലല്ലോ, റിനോഷ് അങ്ങനെ പറയാൻ പാടില്ല. റിനോഷ് എന്ത് പറയണം, റിനോഷ് എന്ത് പറയാൻ പാടില്ല എന്ന് റിനോഷാണ് തീരുമാനിക്കുന്നത്, ദൈവമല്ല. പിന്നെ അവിടെ നോമിനേഷൻ്റെ സമയമാണ്. അപ്പോൾ നോമിനേഷൻ, ആ ടാസ്കിൽ നിങ്ങൾ നോമിനേഷൻ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക. അല്ലാതെ അവിടെ വെച്ചിട്ടല്ല ദൈവം ഇത് പറയേണ്ടത്. ആ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് പറയാം, പിന്നീടുള്ള സ്പേസിൽ പറയാം. പക്ഷേ അത് മനീഷയും പറഞ്ഞു, ഇവിടെ അല്ല, നീ ഇത് പറയേണ്ട സ്ഥലം ഇവിടെ അല്ല ദേവു എന്നൊക്കെ മനീഷയും പറയുന്നുണ്ട് അതിനകത്ത്. ദേവു ഇതൊന്നും കേൾക്കത്തില്ലല്ലോ, ദേവു പണ്ടേ അങ്ങനെയാണല്ലോ, ആര് പറയുന്നതും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഇടയ്ക്ക് മാരാർ പറയുന്നുണ്ട്, നീ അല്ലെങ്കിൽ അഹങ്കാരം പിടിച്ച് നിൽക്കുന്ന ആണല്ലോ എന്നൊക്കെ. അപ്പോൾ ദേവു ആര് പറയുന്നത് കേൾക്കുന്നില്ല, ഭയങ്കര പ്രശ്നം. ജുനൈസ് ഡേറ്റ് പിടിച്ചു, പിന്നെ അവർ തമ്മിലായി. റിനോഷ് ആണെങ്കിൽ തിരിയെല്ലാം കൊളുത്തി കൊടുത്തിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സൈഡിൽ കൂടെ എന്നൊക്കെ പറഞ്ഞ് റാപ്പൊക്കെ പാടി നടക്കുക, ഒരു സൈഡിൽ കൂടി വെള്ളമൊക്കെ കുടിച്ച്. അതെല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല. ദേവുവിൻ്റെ ശബ്ദവും ബഹളവും ഇംഗ്ലീഷും ഒക്കെ ഭയങ്കര അരോചകമായിരുന്നു. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് ദൈവം ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കുകയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. പിന്നെ ദേവുവിൻ്റെ ബഹളം കണ്ടിട്ട് നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഡോക്ടർ റോബിനെ പോലെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ശബ്ദം ഉയർത്തി സംസാരിച്ച് അതുപോലെ ആവാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയം തോന്നായികയില്ല. ആ സംശയം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതായാലും ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ബഹളവും ഫുൾ കലപിലയും തന്നെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടി ക്ലാരിറ്റി വരും തോന്നുന്നു. പ്രമോ ഒക്കെ കണ്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇന്ന് റിനോഷിൻ്റെ അടിപൊളി റാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാഗറൊക്കെ എന്ത് കൂളായിട്ട് നടക്കുന്നത്. ഷിജു ആണെങ്കിലും നല്ല മാസ്റ്റർ ബ്രെയിൻ ആണെന്നാണ് തോന്നുന്നത്. കോമണർ ആയിട്ടുള്ള ഗോപിക പോലും പലതും മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും തന്നെ അതിലേക്ക് വന്നിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇന്നലെ വൈകുന്നേരം മനീഷയുടെ പാട്ടുണ്ടായിരുന്നു, ദൈവുവിൻ്റെ പൊന്നൂന് വേണ്ടിയിട്ടുള്ള പാട്ട്, എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. അത് മനോഹരമായിരുന്നു, നന്നായിരുന്നു. അത് കേട്ട് കഴിഞ്ഞിട്ട് ദൈവിൻ്റെ കരച്ചിൽ, ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കി ദൈവ് പിന്നെ കരയുമ്പം ഓക്കെ. പക്ഷെ എന്തായാലും ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സിങ്ക് ആവുന്നില്ല. നോക്കാം. ഏതായാലും കളി മുറുകുമെന്നുള്ള കാര്യം ഉറപ്പ്.